ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ദാ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ദാ അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഈവനിങ് റൊട്ടീൻ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചോ. എന്താ പിന്നെ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചോറ്റുപാത്രത്തിൻ്റെ ഇത് ഇപ്പോൾ ഷോർട്ട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ്. എനിക്ക് ഫുഡ് കഴിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചു. നിച്ചുക്കുട്ടൻ ലഞ്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഇത് ഞാൻ സെറ്റാക്കി വെക്കും കേട്ടോ. പ്രത്യേകിച്ച് വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെ ഉണ്ടായി ചോറ്റുപാത്രത്തിൻ്റെ ഇത് എടുക്കണേ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടണതാണ്. എനിക്ക് പിന്നെ അത് കുറച്ച് നാളിങ്ങനെ ചുറ്റുപാത്രത്തിൻ്റെ വീഡിയോ ഇട്ടാലോ എന്നാണ് ഞാൻ ചിന്തിക്കണേ. നോക്കാം എത്രത്തോളം പോകുമെന്ന് നമുക്കറിയാം കേട്ടോ. ചിലപ്പോൾ ഈ ഫസ്റ്റിലേക്കുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവന് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? ഇന്നലെയൊക്കെ ആണെങ്കിലും കുക്കിംഗ് വ്ളോഗ് ഇട്ടേല്ലേ. ഇന്നലെ ഇപ്പോൾ 2 ദിവസമായിട്ട് കുക്കിംഗ് വ്ളോഗാണ് ഇട്ടേ. ജസ്റ്റ് നിച്ചുകൂടിന് ഈവനിങ് എന്തെങ്കിലും വേണമെന്ന് അവനിങ്ങനെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ആ ക്രീം ബണ്ണിൻ്റെ വീഡിയോസൊക്കെയാണ് നിച്ചുകൂടിന് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ബണ്ണ് ഉണ്ടാക്കിയിട്ട് പുള്ളി രണ്ട് കണം കഴിച്ച്. അങ്ങനെ ആ ക്രീം ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാം ഉറങ്ങണമൊന്നുമില്ല, ചുമ്മാ കിടക്കാം. എന്നിട്ട് നമുക്ക് നിച്ചുക്കുട്ടനെ വിളിക്കാൻ പോകണം. ഇന്നിപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ പറഞ്ഞിട്ട് പഴമൊക്കെ ഇരിക്കുന്നുണ്ട്. പഴം റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്, പിന്നെ വേണ്ട അല്ലെങ്കിൽ എന്ത് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നിച്ചുകുട്ടനെ വിളിക്കാൻ പോവാം. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ച് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. തുണികൾ മടക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അത് വൈകുന്നേരം മടക്കാമെന്ന് വിചാരിച്ചിരിക്കണം. തുണികളെല്ലാം ഉണങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ നാളെ എനിക്ക് കിടന്നങ്ങോട്ട് ഉറങ്ങണം. കാരണം ഈ വെളുപ്പിന് എണീക്കണോണ്ട് നമുക്ക് ഉറക്കം ശരിയാവണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം സമയം 11:30-11:45 ആവും. ടി വി കണ്ടുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് മെയിൻ പ്രശ്നമാണ് കേട്ടോ തലവേദന വന്ന് ഭയങ്കര വിഷയമാണ് കേട്ടോ. അപ്പോൾ പിന്നെ തലവേദനയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ശനി ഞായർ ഞാൻ കിടന്നുറങ്ങും 8 മണി അല്ലെങ്കിൽ 7:30 അല്ലെങ്കിൽ 8 മണി വരെ ഞാൻ കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം വരാറില്ല. അത് പിന്നെ അങ്ങനെയല്ല, നമുക്ക് എവിടെയും പോകാനുള്ളതും നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. നമുക്ക് എവിടെയും പോവണ്ട അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കവും ഉണ്ടാവത്തില്ല. അങ്ങനെയല്ലേ. നോക്കാം. നിച്ചുകുട്ടൻ്റെ തത്തമ്മയാണ് കേട്ടോ ഇതൊന്ന് മുമ്പ് അങ്ങാണ്ട് ആശുപത്രി ഇപ്പോൾ മേടിച്ചാണ് ഈ സാധനം. പുള്ളി ഇങ്ങനെ കളയാണ്ട് കൊണ്ടേ കിടക്കണത്. മേളിലാർന്നുണ്ട് ഞാൻ എടുത്തു കൊടുത്തേ. ഞാൻ ഞെക്കുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കണേയായിരുന്നു. എല്ലാം കളഞ്ഞ്. അപ്പോൾ മേളിൽ നിന്ന് നാളെ അവൻ്റെ വണ്ടിയെല്ലാം ഞാൻ ഒരു പ്രാന്ത് തീരുമ്പോൾ മേളിലേക്ക് എടുത്തു വയ്ക്കും. അവൻ അവിടെ ഇവിടെ ചുമ്മാ വലിച്ചെറിഞ്ഞിട്ട് കൊണ്ടുപോയിടേ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, എല്ലായിടത്തും മേളിൽ കയറ്റി വയ്ക്കുമ്പോൾ പിന്നെ കുറച്ച് കളയുമ്പോൾ എനിക്ക് തന്നെ കുറച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ പുള്ളി വേറെ എന്തെങ്കിലും വണ്ടി പുള്ളിയുടെ എല്ലാം ഉണ്ടാവും കേട്ടോ. അത് വേറെ കാര്യം. ഈ സെറ്റിയുടെ അടിയിലും അതുപോലെ തന്നെ കട്ടലിൻ്റെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടുമ്പോൾ എനിക്ക് ദേഷ്യം. ഞാൻ പറയും എടുത്തിട്ട് കൂട്ടിലാക്കി വയ്ക്കാൻ. അവൻ കൂട്ടിലാക്കി അല്ല അവൻ്റെ കൊട്ടയിലാക്കി വെക്കാൻ പറയും. പക്ഷെ അവനാക്കി വയ്ക്കില്ല. അപ്പോൾ ഈ അടിച്ചൊരിക്കണ സമയത്തേക്ക് എനിക്ക് ദേഷ്യം കാണുമ്പോൾ ഞാൻ മേളിലേക്ക് എടുത്തു വയ്ക്കും. എറിയൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു കൊട്ടയിലാക്കിയിട്ട് എൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കുള്ളൂ. എന്നാലും അവൻ വേറെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടാവും. അവൻ്റെ ഇവിടെ മേളിൽ എവിടെയെങ്കിലും അവൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഷെൽഫിലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അവനത് എടുത്ത് കളിക്കും. 2 ദിവസം അന്ന് തന്നെ എന്നോട് ചോദിക്കും എടുത്തരാം. ചിലപ്പോൾ ഞാൻ തന്നെ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ എടുത്തു കൊടുക്കും കേട്ടോ. ചുമ്മാ വച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇന്ന് ഒത്തിരി നേരമായില്ലേ. ആദ്യം ഫുഡ് കഴിക്കാം നമുക്ക്. പ്രത്യേകിച്ച് ചോറും കാര്യങ്ങളൊന്നും എടുക്കാനില്ല. ലഞ്ച് ബോക്സിന് ഇച്ചുകൂട്ടുണ്ടല്ലോ അല്ലേ, മറ്റേ ചോറ്റുപാത്രം അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കറികളോ കാര്യങ്ങളൊന്നും എടുക്കാനില്ല. അങ്ങനെ സെറ്റാക്കി വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ചോറാണ് കേട്ടോ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ചോറ് ചെയ്യും. അങ്ങനെ ചോറ് കഴിക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ ഓവറായിട്ടല്ലെങ്കിലും കുറച്ച് ചോറൊക്കെ ഞാൻ കഴിക്കും. വേണ്ടോ ഇതിനകത്ത് ഇച്ചിരി ചോറും കറികളെല്ലാം ഇതിൻ്റെ അകത്ത് കൊള്ളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കഴിക്കാനും എളുപ്പമാണ്. കുറച്ച് ചോറ് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിച്ചിട്ടില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. കണ്ടോ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കിയാണ്. കണ്ടോ ഫുഡ് കഴിക്കാം. അപ്പോൾ അതാ നമുക്ക് ലഞ്ച് ബോക്സ് അങ്ങനെതാ ഞാൻ ഷോർട്സിലിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറികളെല്ലാം ഇങ്ങോട്ട് മാറ്റാം. ആദ്യം മീൻ വറുത്ത തന്നെ മാറ്റി വയ്ക്കാം അല്ലേ.
മീൻ വറുത്തത്, കാരണം മീൻ കറിയുടെ കഷ്ണം, അയല മീനാണ് കേട്ടോ. അയല മീനും മാങ്ങ ഇട്ട് വെച്ചാണ് എനിക്കിഷ്ടമുണ്ട്. അയല മീനും ചാള പിന്നെ കിളിമീനില്ലേ, അതൊക്കെ എനിക്ക് മാങ്ങ ഇട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടേ നമ്മുടെ കറിപ്പാത്രം കല്ലി വെക്കണതൊക്കെ ഓർക്കണ്ട നിങ്ങൾ. ഞങ്ങളൊക്കെ എന്നെ വന്നിട്ട് കറിയും കൊണ്ടുപോയിട്ട് ഞങ്ങൾ പാത്രത്തിലേക്ക് വെക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് വാരിക്കൊണ്ട് പോവാറേ. അതൊക്കെ നല്ല കാലഘട്ടങ്ങളല്ലായിരുന്നോ. കണ്ടോ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കണ്ടോ കണ്ടോ കറികളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെയുണ്ട്, വെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാം. നമുക്കിനി വേറെ ആ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ കറികൾക്കിടെയൊക്കെ ടേസ്റ്റ് ഈ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു രുചിയായിരിക്കും കേട്ടോ എല്ലാവരും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിക്കാം, ചോറ് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ കാണുമ്പോൾ മിക്ക എന്നോട് പറയും ചെറിയ വട്ടം ഉണ്ടെന്നൊക്കെ പറയും. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പൊതിച്ചോറ്, അതുപോലെ തന്നെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ചോറ് കഴിക്കണം. അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞിനെ കാണിച്ചിട്ട് കേട്ടോ. നമ്മുടെ പെണ്ണൂച്ച ഇവിടെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അമ്മ പെണ്ണ് കാണാൻ പറ്റുള്ള അല്ലേ, അവിടെയൊക്കെ ഉണ്ട്. പുള്ളിക്കാരിനെ അകത്താണ് കേട്ടോ പൂച്ച. അകത്ത് കയറുന്നതിന് മുമ്പ് കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എടുത്തോണ്ടേയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ എവിടെയും വെച്ചിട്ട് കാണിച്ചു തരാം. ആ ഒരു കൊട്ടയില കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ക്യാമറ തിരിക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കണ്ടോ, രസമാണ്. ഞാൻ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, 5 പേരുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞായിരുന്നു കുട്ടന്മാരെ കാണിച്ചു തരാമെന്ന്. കണ്ടോ, അപ്പം എല്ലാവരും എണിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നേരം ഭയങ്കര ഉറക്കൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പോയി നോക്കട്ടോ, വേറെ വല്ല പൂച്ചയും കൊണ്ടുപോകണ്ടോയെന്ന് പറയാൻ. അകത്താണെങ്കിലും മേളിക്കൂടെ കയറും. അവിടെ മേളിൽ വല ചുമ്മാ നെറ്റാണ് വച്ചേക്കണേ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ കയറും ഈ കണ്ണൻ പൂച്ചന്മാരുണ്ടല്ലോ, അവരതുകൊണ്ട്. കണ്ടു, ഇതാ അമ്മപ്പൂച്ചേനെ പോലെ തന്നെയാണ് കേട്ടോ ഇത്, ഈ കുഞ്ഞ് കണ്ടോ. എന്നെ കണ്ടക്കാര്. അപ്പം ദാ അങ്ങനെ കേട്ടോ. അയ്യോ വീണു. തൊണ്ടയ്ക്ക് ചെറിയൊരു ഇത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചുമ ശരിക്കും മാറിയിട്ടില്ല. നല്ല നീർക്കെട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അതിൻ്റെയാണ് കേട്ടോ. ഇനി നമുക്കിവരെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചേമ്പി കിടക്കാം. കരയുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യാൻ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ആ പൂച്ചക്കുട്ടന്മാരെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മപ്പൂച്ച വന്നിട്ടുണ്ട്, ഇനി അവരവിടെ കിടന്നോളും. ഇനി നമുക്ക് വാലക്കടച്ച് അകത്ത് കയറി കുറച്ച് നേരം കിടക്കാം. ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഉറങ്ങിയ എനിക്ക് ഈ ഉറക്കം കുറച്ച് നേരം ഇനിയിപ്പോൾ സമയം എന്താണ്, ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എനിക്ക് തലവേദനയായിരിക്കും. എനിക്ക് ഉറങ്ങുവാണെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങണം, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങലേക്കും കുറവാണ്. ഇപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. നേരത്തേക്ക് ഞാൻ ഉറങ്ങാറുന്നു കേട്ടോ. നെച്ചൂട്ടൻ അംഗൻവാടി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഉറങ്ങാറുന്നു. ഇപ്പം അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. പിന്നെ നമ്മളൊരു ദിവസം ശീലിച്ചാൽ പിന്നെ നമുക്ക് എന്നും അങ്ങനെ ഉറങ്ങേണ്ട വരും കേട്ടോ. നാളെ എനിക്കങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് തലവേദന വരും, അങ്ങനെയാണ്. ഉറക്കം ശരിയായില്ലെങ്കിലും തലവേദനയാണ്. ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നാളെ ഉച്ചയ്ക്ക് കിടക്കാൻ സമയം കിട്ടിയില്ല, അഥവാ കിടന്നില്ലെങ്കിലും തലവേദനയായിരിക്കും. അപ്പം അതുകൊണ്ട് കേട്ടോ. അപ്പം ഇനി ചേൻ കിടക്കട്ടെ. ചേൻ കിടന്ന് കഴിഞ്ഞിട്ട് നിച്ചുകുട്ടനെ വിളിക്കാൻ പോകുന്ന നേരത്തെ കാണാം. അത്രേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ
അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം നിറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് അപ്പം ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ അതാ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. നിച്ചുകുട്ടനെ വിളിക്കാനൊക്കെ വന്ന വഴിക്ക് ഞാൻ അവിടെ കയറണയാണ് കേട്ടോ. അവനപ്പോൾ വിളിക്കാൻ പോണ വഴിയാണ് കേട്ടോ. പിന്നെ വിളിച്ചുകൊണ്ട് പിന്നെ കടയിലൊന്നും കയറാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്ത് അവനക്ക് മീറ്റ് പിന്നെ നിച്ചുകുട്ടന് മീറ്റ് റോള്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോഴിക്കോട്ടയാണ് പറഞ്ഞേക്കണേ. ഞാൻ കോഴിക്കോട്ടൊന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കഴിക്കും. ഇടയ്ക്കും കഴിക്കുമ്പോൾ ഇഷ്ടമാണ്, ഡെയിലി കഴിക്കണമെന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇലയുടെയൊക്കെ ഉണ്ടല്ലോ, സ്ഥിരം കഴിക്കണമല്ല, ഇടയ്ക്കൊക്കെ ഞാൻ മേടിച്ച് കഴിക്കും. അപ്പോൾ അതങ്ങനെ സ്നാക്സും കാര്യങ്ങളെല്ലാം മേടിച്ചതാ. നിച്ചുകുട്ടനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട് ഇങ്ങനെ കിടക്കണമെങ്കിലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വീട് ഫുൾ അലങ്കോലാക്കും. ആ ആളാണ് നിൽക്കണേ കേട്ടോ. പുള്ളി അങ്ങനെയാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അലങ്കോലാക്കിയിടും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് ഇപ്പം നമുക്കറിയാം. നിച്ചുകുട്ടൻ ഷൂവയ്ക്ക് ഊരുന്നുണ്ടെങ്കിൽ അവനെ കുളിപ്പിച്ചിട്ട് ചായ വയ്ക്കാം. അപ്പോൾ നിച്ചുകുട്ടനെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. തല നനച്ചില്ല കേട്ടോ, വൈകുന്നേരം മേല് കഴിക്കുള്ളൂ. രാവിലെ ഉണ്ടോ തല നനച്ച് കുളിപ്പിക്കണേ. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് വന്ന് ചായ വച്ചേക്കാണ്. ഇനി ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നിച്ചുകുട്ടന് ചായ കൊടുക്കണം. വിശക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറ് കഴിക്കണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയം. ഇവൻ ഇടയ്ക്കൊന്നും കഴിക്കാറൊന്നുമില്ല. ചില ദിവസങ്ങളൊന്നും അവൻ ഒട്ടും കഴിക്കത്തില്ല, കൊണ്ടുപോയി കളയാറ പതിവ്. ആ കുറച്ച് ചോറ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ, അതുവരെ അവൻ കഴിക്കാറില്ല. അതാണ് അവനക്ക് ഈ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവനക്ക് ഇങ്ങനെ വിശക്കാൻ കാരണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ചായക്കാൻ തിളച്ച് അങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബ്രൂ കോഫി ഇട്ടണം. അപ്പോൾ ശരിക്കും നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇത് പ്രത്യേകിച്ച് അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തേയിലയ്ക്ക് നമ്മൾ അരിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. ഇതാവുമ്പോൾ അരിച്ചെടുക്കേണ്ട കാര്യമില്ല. അരിച്ച് എന്തിലാവട്ടെ, അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ പൂച്ചയുടെ കുഞ്ഞുങ്ങളെ ഉണ്ട് ഞാൻ ആദ്യം കാണിച്ചു തന്നെ. ഈ പൂച്ചെടിയാണ്. മറ്റേ പൂച്ചയുടെ കുഞ്ഞുങ്ങൾ മേളിലാണ് കേട്ടോ. അങ്ങോട്ടൊന്നും കയറിപ്പോൾ എടുത്തേണ്ടി ശരിയാവത്തില്ല. നിച്ചുകുട്ടൻ എൻ്റെ പുറകെ കയറും. അതല്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് തന്നെ കയറാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് മീൻകറി കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട. അയല മാങ്ങ ഇട്ട് വച്ചില്ലേ, അതിരിക്കുന്നുണ്ട്. പിന്നെ കറികളൊക്കെ നമുക്ക് ഇരിക്കേണ്ട. വൈകുന്നേരത്തേക്ക് ഇനി പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നിച്ചുകുട്ടന് ആദ്യം ചായ കൊടുക്കാം. അപ്പോൾ നിച്ചുകുട്ടന് ചായ കൊടുക്കണം. നിച്ചുകുട്ടൻ വിശക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവനക്ക് മീറ്റ് റോളല്ല, അവനക്ക് മീറ്റ് റോളും ഒരു കോഴിക്കോട്ടയും മേടിച്ചിട്ടുണ്ട്. 2 കഴിച്ചോളും. എനിക്കും ഒരു കോഴിക്കോട്ട മേടിച്ചാൽ മീറ്റ് റോൾ മേടിച്ചില്ല, എനിക്കൊരു കോഴിക്കോട്ടയാണ് കേട്ടോ മേടിച്ചുള്ളൂ. അപ്പോൾ 2 കോഴിക്കോട്ടയും ഒരു മീറ്റ് റോളാണ് നമ്മൾ. അപ്പോൾ നിച്ചുകുട്ടനെ ചായക്കാൻ കൊണ്ടേ കൊടുത്തു. ഇനി ഞാൻ ചായ കുടിക്കാനായിട്ടിരിക്കേണ്ടത്. ഞാനൊരു കോഴിക്കോട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. നല്ല മധുരമാണ് കേട്ടോ, നല്ല ശർക്കരയൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട്. നല്ല രുചിയാണ്. നല്ല ഏലക്കയുടെയും മറ്റേ ചെറുജീരകമല്ലേ, കുഞ്ഞു ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ചായക്കയും കുടിക്കണം. കുടിക്കാം. പിന്നെ നിച്ചുകുട്ടന് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മദ്രസയിലൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ടൊന്നും ഇപ്പോൾ താമസിച്ചായിട്ട് എല്ലാം ചെയ്യണം. ഇനി നമുക്ക് തുണികൾ മടക്കി വയ്ക്കാണ്ട്. ഈ പറഞ്ഞിട്ട് തുണികൾ മടക്കി വയ്ക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര മടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ തുണികളൊക്കെ എന്താണെങ്കിൽ മടക്കി വയ്ക്കണം. അപ്പം നിച്ചുകുട്ടൻ വന്നിട്ടുണ്ട്. അപ്പം നിച്ചുകുട്ടൻ്റെ കോഴിക്കോട്ട അവൻ എടുത്ത് വെച്ചു കേട്ടോ. അവൻ ഇച്ചിരി കഴിയുമ്പോൾ കഴിച്ചോളാന്ന് പറഞ്ഞാൽ അവൻ എടുത്ത് വെച്ചു. എന്നിട്ട് അവൻ എൻ്റെ നിന്ന് വീതം പറ്റാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അത്. അവൻ ഇനിയിപ്പോൾ കഴിക്കില്ല, ഇനി ചിലപ്പോൾ ട്യൂഷൻ പോകാൻ നിർത്തിയേക്കും, അല്ലെങ്കിൽ ട്യൂഷൻ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചില സമയത്ത് ഓരോ സ്വഭാവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി എനിക്ക് ചായ കുടിക്കണം. നിച്ചുകുട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവൻ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ കോഴിക്കോട്ട അവൻ എടുത്ത് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. മീറ്റ് റോളൊന്നും കഴിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടനെ അവിടെ നിന്ന് കരയുണ്ട് കേട്ടോ. അതിനോടുണ്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനും ഒരു ചെറിയ നുള്ളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് തീറ്റ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പാക്കറ്റായിരുന്നു മേടിക്കണം, പക്ഷേ തീർന്നു പോയി. പിക്കാക്ക് ജോലിക്ക് പോകണമെന്നുള്ള കാരണം നടക്കില്ല. അത് കാരണം ഇന്നലെ ഒരു ചെറിയ 2 പാക്കറ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചു. ഞങ്ങൾ ടൗണിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ വലിയ പാക്കറ്റ് മേടിക്കണേ. ഇനി ചായക്കും കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഇനി പൂച്ചക്കുട്ടന്മാർക്കിടെ തീറ്റ കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ മേടിച്ച്. ഞങ്ങൾ ഇതല്ലായിരുന്നു മേടിക്കണം, മറ്റേ 120 രൂപയുടെ അല്ലെങ്കിൽ 240 രൂപയുടെ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മേടിക്കുള്ളൂ. ഇതുപോലെ പെട്ടെന്ന് തീർന്നു പോണ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്തേക്ക് കേട്ടോ മേടിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിലേക്ക് പോകണം. ഞാൻ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണ്ടെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഉള്ള സമയത്താണ് കേട്ടോ ഞങ്ങളങ്ങനെ പോവുള്ളൂ കൂടുതലും. ഇനിയിപ്പോൾ നാളെ ഞാൻ ടൗണിലേക്ക് പോകണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മറ്റേ വെള്ളപ്പൂച്ച അതാണ് കേട്ടോ, അതിനും കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ മേളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർ ഫുഡൊക്കെ കഴിക്കട്ടെ അങ്ങനെ നിന്ന്. അപ്പോൾ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡേയും കൊടുത്തിട്ടുണ്ട്. അവരുടെ നിന്ന് ഫുഡേയും കഴിക്കുന്നുണ്ട്. കഴിച്ച് കഴിഞ്ഞ് കണ്ടോ.
അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ്ങും നിച്ചുകൂട്ടം വന്നു കഴിയുമ്പോഴുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം വേറെന്താ, വേറെ ഒന്നുമില്ല. ഇനി ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. നിച്ചുകൂട്ടിന് 5 മണിയാകുമ്പോൾ ട്യൂഷൻ കൊണ്ടുവന്ന് വിടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. കുക്കിംഗ് വ്ളോഗായിട്ടൊന്നും കാണിക്കാനാണെങ്കിലും ഇനിയൊന്നുമില്ല. ഫുഡ് മറ്റേ കറികളെല്ലാം ഇരിക്കുന്നുണ്ട്. ചോറ് ഇരിക്കുന്നുണ്ട്, മീൻകറി ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക തോരൻ ഇരിക്കുന്നുണ്ട്, മീൻ വറുത്ത ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചും വലിച്ച് നീട്ടിക്കൊണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.